നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ വലിച്ചു കീറി ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. LSGയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു SRH. അങ്ങനെ ഒരു പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. LSGക്ക് വലിയ ഡാമേജാണ് നെറ്റ് റൺ റേറ്റിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്ലേ ഓഫ് സാധ്യത വല്ലാതെ മങ്ങുന്നൊരു പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയത്. 62 പന്തുകൾ ശേഷിക്കെയാണ് 166 എന്ന ലക്ഷ്യത്തിലേക്ക് SRH എത്തിയതും 10 വിക്കറ്റിന്റെ തകർപ്പൻ വിജയം അവർ സ്വന്തമാക്കിയതും. എന്തൊക്കെയാണ് സംഭവിച്ചത്? ആദ്യം LSG ബാറ്റ് ചെയ്തപ്പോൾ നിശ്ചിത 20 ഓവറുകളിൽ അവർ 4 വിക്കറ്റിന് 165 റൺസാണ് എടുത്തത്. ടോസ് ലഭിച്ചിട്ട് KL രാഹുൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണെന്ന് ഓർക്കണം. ഈ പിച്ച് വളരെ സ്ലോ പിച്ചാണ് എന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തലുകൾ. അങ്ങനെ തന്നെയായിരുന്നു തുടക്കത്തിലൊക്കെ സംഭവിച്ചത്. KL രാഹുലും ക്വിന്റൺ ഡി കോക്കും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത് തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞു. സ്കോർ കാർഡിൽ വെറും 13 റൺസ് എത്തി നിൽക്കെ QDK പോയി. ഭുവനേശ്വർ കുമാറാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. 2 റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന. സ്റ്റോയിനിസ് 5 പന്തിൽ നിന്ന് 3 റൺസ് എടുത്ത് മടങ്ങി. വീണ്ടും ഭുവനേശ്വർ കുമാറിന് വിക്കറ്റ്. പിന്നെ കൃണാൽ പാണ്ഡ്യക്കൊപ്പം KL രാഹുൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തവേ KL രാഹുൽ പുറത്താവുന്നു. അദ്ദേഹം 33 പന്തുകൾ നേരിട്ട് 29 റൺസാണ് എടുത്തത്. സ്ലോ പിച്ചാണ്, പന്ത് വളരെ സ്ലോയിൽ വരുന്നു, ഹിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് ആ ഘട്ടത്തിലുള്ള ഒരു വിലയിരുത്തൽ. കൃണാൽ പാണ്ഡ്യ 21 പന്തിൽ 24 റൺസ് എടുത്ത് റൺഔട്ട് ആവുകയായിരുന്നു. അതിനുശേഷം പിന്നെ ഒന്ന് നോക്കുക, അവസാനത്തെ 7 ഓവറുകൾക്ക് മുകളിലുള്ള ആ ഒരു സമയം നിക്കോളാസ് പൂരനും ബദോനിയും ചേർന്നുകൊണ്ട് 92 റൺസാണ് അടിച്ചെടുത്തത്. ഈ പറഞ്ഞ സ്ലോ പിച്ച് എന്ന് വിശേഷിപ്പിക്കുന്ന അതേ പിച്ചിൽ തന്നെയാണ് അവർ ആ രൂപത്തിൽ ബാറ്റ് ചെയ്ത് 26 പന്തിൽ നിന്ന് 6 ഫോറും ഒരു 6 അടക്കം 184.62 സ്ട്രൈക്ക് റേറ്റിൽ 48 റൺസാണ് നിക്കോളാസ് പൂരൻ എടുത്തത്. ബദോനി ആവട്ടെ 30 പന്തിൽ നിന്ന് 9 ഫോറുകൾ സഹായത്തോടെ 55 റൺസ് എടുക്കുകയും ചെയ്തു. ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞതിന് ശേഷം ബദോനി സംസാരിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞത് പിച്ച് വളരെ സ്ലോ ആണ്, ഞാൻ അവസാനം വരെ ക്രീസിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സ്കോർ അടിച്ചത്. ഈ 165 എന്നുള്ളത് നല്ല സ്കോർ തന്നെയാണ്. ഡ്യൂ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ കളി വിജയിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങളുടെ ബൗളർമാർ നന്നായി ബൗൾ ചെയ്യും എന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പക്ഷേ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കരുതി കൂട്ടി തന്നെ ഇറങ്ങിയതാണ്. തുടക്കം മുതലേ അങ്ങ് പൊട്ടിക്കുകയായിരുന്നു. പവർ പ്ലേ കഴിയുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ 107 റൺസ് കുറിക്കപ്പെട്ടിരുന്നു. അങ്ങനെ 28 പന്തിൽ നിന്ന് 8 ഫോറും 6 സിക്സറും അടക്കം അഭിഷേക് ശർമ്മ 75 റൺസ് എടുത്ത് പുറത്താകുന്നപ്പോൾ ട്രാവിസ് ഹെഡ് 30 പന്തിൽ നിന്ന് 8 ഫോറും 8 സിക്സും അടക്കം 89 റൺസാണ് അടിച്ചത്. 2 പേരും കൂടി കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ മത്സരം അങ്ങ് തീർത്തു എന്ന് പറയുന്നത് ശരി. അക്ഷരാർത്ഥത്തിൽ LSGയുടെ ബൗളർമാരെ അവർ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.